പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നൊരു പലഹാരമാണ് സേവ. ട്രിവാൻഡ്രത്ത് വളരെ ഫേമസാണ് സേവയും പുളിശ്ശേരിയും പപ്പടവും ആ കോമ്പിനേഷൻ. സാധാരണ പുഴുങ്ങലരിയിൽ ചെയ്യുന്ന അതേ സേവ നമുക്ക് ചമ്പാ അരിയിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. വളരെ സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒറ്റ വേവിൽ തയ്യാറാക്കുന്ന ഈ സേവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ ട്രഡീഷണലായിട്ട് ആദ്യം അരച്ച് അത് ചീനച്ചട്ടിയിൽ നന്നായിട്ട് വരട്ടിയെടുത്ത് അത് ആവിയിൽ വേവിച്ച് തയ്യാറാക്കും. ഇത് അരച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താണ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്തത്. അതും വളരെ സോഫ്റ്റും തണുത്ത് കഴിഞ്ഞിട്ട് നല്ല മൃദുവായിട്ട് ഇരിക്കുന്നുണ്ട്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. 6 മണിക്കൂർ ഉമിഴ്ത്തി വെച്ച് നന്നായിട്ട് കഴുകി നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് എളുപ്പത്തിന് ശകലം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ച് ഒരു 3 പിടിയോളം ഇട്ടിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ശകലം ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. ഏകദേശം 1 ഗ്ലാസ്സിൽ 1 ടീസ്പൂൺ വെള്ളമേ ബാക്കിയുള്ളൂ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇപ്പം സേവ നമുക്ക് ഒരുമിച്ച് വേവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം അരച്ചെടുത്തതിന് ശേഷം ഇത് വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. ഉപ്പ് നല്ലോണം കലക്കിയതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ ഒരു നുള്ള് വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. എണ്ണ തേക്കണമെന്ന് നിർബന്ധമില്ല. എണ്ണ തേക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എണ്ണയൊന്ന് തൂവിയെടുത്തിട്ട് അതിലേക്ക് അരച്ച മാവ് നമുക്ക് ഇഡ്ഡലി കോരി ഒഴിക്കുന്നത് പോലെ ഒഴിച്ച് നമുക്ക് ആവിയിൽ വയ്ക്കാം. ഇത് ഒറ്റ വേവ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ വരട്ടി ആവിയിൽ വെക്കുന്നതിന് പകരം ഡയറക്റ്റായിട്ട് ആവിയിലേക്ക് വെക്കുക. വലിയ തീയിൽ വേവിക്കാൻ വെച്ച് ആവി നന്നായിട്ട് പുറത്തേക്ക് വരുമ്പം 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ബാക്കിയുള്ള അരിയും അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പിഴിയേണ്ടതാണ്. ഇത് ഇഡ്ഡലി ഇളക്കിയെടുക്കുന്നത് പോലെ ഓരോരോ ഇഡ്ഡലി എത്രയാണോ സേവനാഴിയുടെ വലിപ്പം അതനുസരിച്ച് അതിലേക്ക് വയ്ക്കുക. ഇപ്പം ഒരു തട്ട് അല്ല, താഴെ ഒരു തട്ടും കൂടെ ഉള്ളത് അത് സ്റ്റീമറിൽ തന്നെ വയ്ക്കുക. ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ചെറുതീയിൽ സ്റ്റീമർ ഓൺ ചെയ്ത് തന്നെ വെച്ചിരിക്കുക. അത് ഓഫ് ചെയ്യേണ്ട. ചൂടോടെ പിഴിഞ്ഞെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ പിഴിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് സേവനാഴിയിൽ പ്രസ് ചെയ്ത് ഇതുപോലെ പിഴിഞ്ഞെടുത്തേച്ചാൽ മതി. ഈ ചൂടോടെ ഇരിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നത് പോലെ കയ്യിൽ തോന്നുകയാണെങ്കിലും തണുത്ത് കഴിയുമ്പം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഉതിരുതിരായിട്ട് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് എത്ര സോഫ്റ്റാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കൊരു വലിയ പ്ലേറ്റിൽ മാറ്റിയിട്ടിട്ട് അടുത്ത ബാച്ച് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇത് സേവ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് അത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ബാച്ചസും പിഴിഞ്ഞെടുക്കുക. ഇതിപ്പം ഒന്ന് തണുത്ത് വന്നപ്പം അതിൻ്റെ പരുവം എങ്ങനെയുണ്ടെന്ന് കാണാം. നല്ല മൃദുവായിട്ട് വളരെ സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇതുപോലെ ബാക്കിയുള്ള മാവും ആവിയിൽ വെച്ച് സേവ പിഴിഞ്ഞെടുക്കുക. പുഴുക്കലരിയിൽ വെച്ച് ചെയ്യുമ്പം ഈ ഒറ്റ വേവിനേക്കാളും വരട്ടിയെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇത് വരട്ടിയെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ടും നല്ല സോഫ്റ്റായിട്ടും ഈ ചമ്പാ അരി വെച്ച് ചെയ്തപ്പം ഒറ്റ വേവിൽ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ സേവ തയ്യാറാക്കി നോക്കുക. ഇത് വിളമ്പാനായിട്ട് നമുക്ക് പുളിശ്ശേരിയും ചമ്പാ സേവയുടെ കൂടെ തേങ്ങാ ചമ്മന്തിയും വളരെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് തേങ്ങാ ചമ്മന്തി, പുളിശ്ശേരി ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര കൂടെ പപ്പടത്തിൻ്റെ കൂടെ നമുക്കിത് വിളമ്പാവുന്നതാണ്. കുട്ടികൾക്ക് പഞ്ചസാരയുടെ കൂടെ വിളമ്പാൻ കഴിക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. ഏതാണോ താല്പര്യം അതിൻ്റെ കൂടെ നമുക്ക് വിളമ്പാം. ഇത് കഷ്ണങ്ങളില്ലാതെ വെറും പച്ചപ്പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങാ ചമ്മന്തി, പഞ്ചസാര, പപ്പടം, ചമ്പാരി, സേവ. എല്ലാവരും ഈ രീതിയിൽ
ഒന്ന് ചമ്പാരി വെച്ച് സേവ തയ്യാറാക്കി നോക്കുക. സേവ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഈ ചമ്പാരി വെച്ചിട്ടുള്ള സേവ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് പുളിശ്ശേരിയും പപ്പടവും കൂടെ ചേർത്ത് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് സേവയും പുളിശ്ശേരിയും പപ്പടവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.